ലയണൽ മെസ്സിയുടെയും നെയ്മർ ജൂനിയറുടെയും തിരിച്ചുവരവ് കാത്തിരിക്കുകയാണല്ലോ അല്ലേ നമ്മളെല്ലാവരും. അതിനായിട്ട് നെയ്മറെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളമാണ് ഇപ്പോൾ നമുക്ക് നെയ്മറിൻ്റെ ഒരു മത്സരം കാണാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴും അതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്ന് കളത്തിലിറങ്ങും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കാരണം റീസെൻ്റിൽ നടന്നിട്ടുള്ള അദ്ദേഹം കഠിനമായിട്ട് ടീമിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ പ്രശ്നത്തിൽ ഇപ്പോൾ നിലവിൽ വീണ്ടും അദ്ദേഹത്തിന് ഇനിയും ജനുവരി വരെ ആവുന്നുള്ള സംസാരങ്ങളൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ ലയണൽ മെസ്സി ആണെങ്കിലും അദ്ദേഹം മറ്റേ ഇൻ്റർ മിയാമിയിൽ പരിശീലനത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അടുത്ത 2-3 മത്സരങ്ങൾക്കുള്ളിൽ തന്നെ കളത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു കഠിനമായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇരുവരുടെയും ഫാൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ ടീമിലേക്ക് അവർ കളിക്കുന്ന അവരുടെ മത്സരം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളോളത്തെ കാത്തിരിപ്പാണ്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം പരിക്കിൻ്റെ പിടിയിലായിട്ടുള്ള ഒരുപാട് താരങ്ങൾ കരിയർ പോയിട്ടുണ്ട്. പരിക്കിൻ്റെ പിടിയിൽ നമ്മളെ റൊണാൾഡോ നാൻഡോ ഒക്കെ മാറി ആ ഒരു രൂപേണുള്ളൊരു കരിയറാണ് നെയ്മറിൻ്റെത്. അത്രയും നല്ലൊരു പ്രതിഭയാണ്. പക്ഷേ പരിക്ക് കരിയറാണ് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 70-80% കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയാണ് നെയ്മറിൻ്റെ ഒരു അവസ്ഥ. സാൻഡോസിൽ നിന്ന് ബാഴ്സയിലെത്തി, ബാഴ്സയിലെ അവസാന കാലഘട്ടം, അതുപോലെ പിന്നെ അവിടുന്ന് PSG പോയി. അങ്ങനെ ഓരോരോ സമയത്തും നെയ്മറിന് പരിക്ക് മൂലം നിർണായക മത്സരങ്ങളിൽ ചിലപ്പോൾ ബ്രസീലിലാണെന്നുണ്ടെങ്കിലും തൻ്റേതായിട്ടുള്ള ക്ലബ്ബുകൾക്കാണെന്നുണ്ടെങ്കിലും ഒന്നും കളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സൗദി ക്ലബ്ബ് അൽ ഹിലാലിൽ കഠിനമായിട്ടുള്ള പരിശീലനത്തിൽ തന്നെയാണ് ആൾ. പക്ഷേ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഫിറ്റ്നസ് പാസ്സാവാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ അടുത്തൊന്നും കളത്തിൽ കുറച്ച് ആഴ്ചകളോളം വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് റീസെൻ്റിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും തിരിച്ചു വരും. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കുകയാണ് മെസ്സിയുടെയും നെയ്മറിൻ്റെയും ഒക്കെ അല്ലേ.